ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് മലയാള സിനിമയ്ക്കുണ്ടായത്. മികച്ച സഹനടിയും സഹനടനുമായി ഉർവശിയും വിജയരാഘവനും തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ചോദ്യങ്ങൾ നിരവധി ഇപ്പോഴും അവശേഷിക്കുകയാണ്. പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് എന്ന് വിശേഷിക്കപ്പെട്ട ആടുജീവിതം പുരസ്കാരങ്ങളുടെ പട്ടികയിൽ നിന്ന് പൂർണ്ണമായും പുറന്തള്ളപ്പെട്ടതാണ് മലയാളികളെ അസ്വസ്ഥരാക്കുന്ന പ്രധാന ചോദ്യം. അമ്പരപ്പിക്കുന്ന മേക്ക് ഓവറാണ് ചിത്രത്തിനു വേണ്ടി പൃഥ്വിരാജ് നടത്തിയിരുന്നത്. മികച്ച സിനിമ, നടൻ, ഛായാഗ്രഹൻ എന്നീ വിഭാഗങ്ങളിലേക്കെല്ലാം സിനിമ മത്സരിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും തഴയപ്പെട്ടു എന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. ബ്ലെസ്സി സംവിധാനം ചെയ്ത ചിത്രം മരുഭൂമിയിൽ കുടുങ്ങിപ്പോകുന്ന മലയാളിയുടെ കഥയാണ് പറയുന്നത്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലാണ് സിനിമയാക്കി മാറ്റിയത്. 2023 ചിത്രങ്ങളുടെ പുരസ്കാരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആടുജീവിതത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് 2024 ജനുവരിയിലാണെന്നും അതുകൊണ്ടാണ് സിനിമ പുരസ്കാരത്തിൽ നിന്ന് പുറത്തായതെന്നും ചിലർ പറയുന്നു. എന്നാൽ 2023 ഡിസംബർ 31 ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നതെന്നും ആരാധകരിൽ ചിലർ തെളിവോടെ ചൂണ്ടിക്കാട്ടുന്നു. 2023 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ചിത്രങ്ങളാണ് ഇത്തവണത്തെ പുരസ്കാരത്തിനായി പരിഗണിച്ചിരുന്നത്. വിഷയത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരും താരങ്ങളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പൃഥ്വിരാജിന്റെ അഭിനയത്തിനൊപ്പം തന്നെ മികച്ചതായിരുന്നു ചിത്രത്തിന്റെ ഛായാഗ്രഹണവും. ആടുജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആവറേജ് പോലുമല്ലാത്ത കേരള സ്റ്റോറിക്കാണ് മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നതെന്നും ആടുജീവിതം ആരാധകരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ സൃഷ്ടിച്ച വിവാദങ്ങളാണോ അവഗണനയ്ക്ക് പിന്നിലെന്നും സംശയിക്കുന്നുണ്ടെന്ന് ആരാധകർ പറയുന്നു. ബ്ലെസ്സിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഉള്ളൊഴുക്കുന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഉള്ളൊഴുക്കിൽ പാർവതിയും ഉർവശിയും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായി എത്തുമ്പോൾ എങ്ങനെയാണ് ഉർവശി സഹനടിയായതെന്നും ചോദ്യമുയർന്നുണ്ട്.